ഹായ് ഓൾ. സോ IPL 2024 ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്കോഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് വെൽക്കം ടു അവർ ചാനൽ BK808 ക്രിക്കറ്റ് ഫീവർ. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഓണർ എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ക്രിക്കറ്റ് ലിമിറ്റഡ് ആണ്. ഇവരുടെ കോച്ച് സ്റ്റീഫൻ ഫ്ലാമിംഗ് ആണ്. വെന്യൂ MA ചിദംബരം സ്റ്റേഡിയം ആണ് അവരുടെ ഹോം ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹോം വെന്യൂ എന്ന് പറയുന്നത്. പിന്നെ ക്യാപ്റ്റൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം MS ധോണിയാണ് ഇവരുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.chennaiSuperKings.com. ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IPL ചരിത്രത്തിൽ 5 പ്രാവശ്യം IPL ട്രോഫി ഉയർത്തിയിട്ടുള്ള ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. 2010, 11, 2018, 21, 23 വർഷങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു ട്രോഫി സ്വന്തമാക്കിയത്. അവരുടെ ബാറ്റേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് 2 വിക്കറ്റ് കീപ്പർ ഉൾപ്പെടെ 7 ബാറ്റ്സ്മാൻമാരാണ് ഉള്ളത്. അതിൽ ഒരാള് ഓവർസീസ് പ്ലെയർ ആണ്. അതിൽ മെയിനായിട്ട് പറയുന്ന ഒരു ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ നമ്മുടെ വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തലയായ MS ധോണി തന്നെയാണ്. ഈസ് എ ഗുഡ് ഫിനിഷർ. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു വിക്കറ്റിന് പിന്നിൽ നിന്നുകൊണ്ട് മാജിക്സ് കാണിക്കുന്ന ഒരു കളിക്കാരൻ. അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ധോണിക്ക്. പിന്നെ ഉള്ളത് കോൺവേ ഗേക്വാഡ്. അതായിരിക്കും അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടെന്ന് ഇത്തവണയും പ്രതീക്ഷിക്കുന്നു. പിന്നെയുള്ള രഹാനെ, റഷീദ് റിസ്വി ആൻഡ് പുതിയ ഒരു താരത്തെ കൂടെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അരാവലി. പുള്ളി വിക്കറ്റ് കീപ്പർ ആയിരിക്കും. ധോണി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബാറ്റ്സ്മാൻ ആയിട്ടായിരിക്കാം ഇറങ്ങാൻ ചാൻസ് ഉള്ളത്, ചാൻസ് കിട്ടിയാൽ തന്നെ. ചെന്നൈ സൂപ്പർ കിങ്സിൽ 9 ഓൾറൗണ്ടേഴ്സ് ആണുള്ളത്. അതിൽ തന്നെ 4 പേര് ഓവർസീസ് പ്ലെയേഴ്സ് ആണ്. മറ്റുള്ള ടീമിനെ വെച്ച് നോക്കുമ്പോൾ ഓൾറൗണ്ടേഴ്സിന്റെ കാര്യത്തിൽ ഇത്തവണ ചെന്നൈ ഭയങ്കര ഒരു കരുതൽ തന്നെ എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ബൗളേഴ്സും ബാറ്റ്സ്മാനും ഒക്കെ ഉപരി ഒരു ഓൾറൗണ്ടേഴ്സ് ഉള്ളൊരു ടീം ആണ് ചെന്നൈയുടേതെന്ന് പറയാം. അതായത് ജഡേജ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊരു സാഹചര്യത്തെയും മുൻനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഈവൻ ബൗളിങ്ങിലായിരുന്നാലും അതുപോലെ തന്നെ ബാറ്റിങ്ങിലായിരുന്നാലും ഒരു ഗുഡ് ഫിനിഷർ കൂടിയാണ്. ധോണിയുടെ ധോണി നിൽക്കുന്ന സമയത്ത് തന്നെ ജഡേജയും കൂടി ചേരുകയാണെങ്കിൽ ആ ഒരു ഫിനിഷിങ് വളരെ സ്മൂത്തായി അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സാറ്റ്നർ, മൊയിൻ അലി, പിന്നെ ശിവൻ ദുബെ, സിദ്ധു, മണ്ടാൽ, രവീന്ദ്ര രവീന്ദ്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് ആയിരിക്കും രവീന്ദ്ര ഇറങ്ങുക. അവർക്ക് വലിയൊരു ഓൾറൗണ്ടറാണ്. കാരണം ഒരു നല്ലൊരു പാർട്ട് ടൈം ബോളർ കൂടിയാണ് അദ്ദേഹം. അവർ ഇത്തവണ ബിഡ് ചെയ്ത ഏറ്റവും നല്ലൊരു പ്ലെയർ ആണ്. പിന്നെ താക്കൂർ, അതുപോലെ തന്നെ മിച്ചൽ, എല്ലാവരും വളരെ ശക്തരായിട്ടുള്ള ഓൾറൗണ്ടേഴ്സ് ആണ് ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിനുള്ളത്. ഇനി നമുക്ക് ബൗളേഴ്സിനെ കൂടെ നോക്കാം. 3 ഓവർസീസ് ബൗളേഴ്സ് ഉൾപ്പെടെ 9 ബൗളേഴ്സുമായിട്ടാണ് ചെന്നൈ ടീം 2024 IPL നോക്കിക്കാണുന്നത്. ഇത്തവണ നമുക്ക് 11 കൊണ്ട് ധോണി എന്തൊക്കെ പരീക്ഷണങ്ങളാണ്, എന്തൊക്കെ ലെവലാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ 11 ദേശ്പാണ്ഡെ ഒക്കെ ഉണ്ട്. അപ്പോൾ വലിയൊരു നിര തന്നെ ഉണ്ട്. ഈ 9 പേരെന്ന് പറയുന്നത് അതിൽ 3 പേരാണ് ഓവർസീസ് പ്ലെയർ ആയിട്ട് ഉൾപ്പെടുന്നത്. തീക്ഷ്ണ, 11. അവർ 2 പേരും ശ്രീലങ്കൻ പ്ലെയേഴ്സ് ആണ്. അതുപോലെ റഹ്മാനാണ് വേറൊരു പ്ലെയർ ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇതിലൊരു വലിയൊരു നിര തന്നെ ഇതിലുമുണ്ട്. ചാഹർ എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു പ്ലെയറാണ്. ഇപ്പോൾ നിലവിൽ ഒന്ന് ഫോം ഔട്ടായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ കളികളിൽ കളിക്കുന്നില്ല, നേരെ കളികളിൽ കളിച്ചു തുടങ്ങിയിട്ടില്ല. എന്നിരുന്നാലും കഴിഞ്ഞ വട്ടവും സെയിം തന്നെ സംഭവിച്ചത്. ചാഹറിന് വളരെ കറക്റ്റ് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയെങ്കിലും ആദ്യമൊന്നും കളികൾ കുറച്ച് നാൾ കളിച്ചിരുന്നില്ല. ഇത്തവണ അത് പ്രതീക്ഷിക്കുന്നു, നല്ലൊരു കളികൾ എനിക്ക് വന്ന്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇതിന്റെ പ്ലെയേഴ്സ് എന്ന് ബൗളേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ അവർ ഇത്തവണ ബിഡ് ചെയ്തിട്ടുള്ള ടോട്ടലായിട്ട് 6 പ്ലെയേഴ്സിനെയാണ്. അതിൽ 2 ബാറ്റ്സ്മാൻമാരുണ്ടായിരുന്നു, ഒരു ബൗളർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 3 ഓൾറൗണ്ടർ ഉണ്ടായിരുന്നു. ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വളരെ ശക്തമായ ബിഡിങ് തന്നെയായിരുന്നു. അവർ എല്ലാ നല്ല കളിക്കാരെ നിലനിർത്തുകയും ബാക്കി ഒരുപാട് കളിക്കാരെ വാങ്ങുകയും ചെയ്തു. അതെല്ലാം കൂടുതലും ഇത്തവണ ചെന്നൈ ശ്രദ്ധിച്ചിട്ടുള്ളത് ഓൾറൗണ്ടേഴ്സിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തവണ അവർ 2023 പോലെ തന്നെ 24 വേൾഡ് IPL കപ്പ് നിലനിർത്തുക എന്നുള്ളൊരു രീതിയിലോട്ടായിരിക്കും പോകുന്നത്.
എനിവേ ബെസ്റ്റ് ഓഫ് ലക്ക്, നമുക്കും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീം ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.